നമസ്തേ. സൗജന്യ റേഷൻ കൈപ്പറ്റുന്നവരുടെ വിവരങ്ങൾ റേഷൻ കടകളിൽ മസ്റ്ററിംഗ് വഴി ഉറപ്പാക്കണം എന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിട്ട് 6 മാസമാകുന്നു. 6 മാസം മുമ്പാണ് ഇതിൻ്റെ കാലാവധി. ഈ മാസം 31-ാം തീയതി അവസാനിക്കുന്നതാണ്. ഈ മാസം 31-ാം തീയതി അവസാനിക്കുന്ന ഒരു കാലയളവിനുള്ളിൽ ചെയ്യേണ്ട ഒരു കാര്യം, 6 മാസ കാലയളവിനുള്ളിൽ ചെയ്യേണ്ട ഒരു കാര്യം കേരള സർക്കാർ ചെയ്യാൻ തുടങ്ങിയത് ഈ മാസം 1-ാം തീയതിയാണ്. 5 മാസം വെറുതെ വേസ്റ്റാക്കി കളഞ്ഞു. ഇപ്പോഴെന്താ ഫലം? ഇപ്പോഴും ചെയ്തു നോക്കുമ്പോഴല്ലേ ചെയ്യാൻ പറ്റുന്നില്ല. സൗജന്യ റേഷൻ പറ്റുന്നവർ കുടുംബസമേതം റേഷൻ കടകളിൽ വന്ന് കാത്തു നിന്നിട്ട് പോവുകയാണ്. എന്താണ് ഈ പോസ്റ്റ് മെഷീൻ? ഈ മസ്റ്റർ ചെയ്യേണ്ടത് ആ മെഷീനിലാണ്. ആ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. എന്താണ് കാരണം? അത് അതിൻ്റെ സെർവർ തകരാറാണ്. എന്താണ് തകരാറാവാൻ കാരണം? സെർവറിന് വേണ്ട കപ്പാസിറ്റി ഇല്ല. ഈ സെർവറിൻ്റെ കപ്പാസിറ്റി കുറവ് മൂലം റേഷൻ വിതരണം തന്നെ സ്ഥിരമായിട്ട് മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പകരം അവർ അന്നേരം ചെയ്തെന്ന് പറഞ്ഞാൽ വേറെ ഏതാണ്ട് മെസ്സേജ് അയച്ച് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. സെർവർ വീക്കായിട്ടുള്ള ഒരു സെർവറാണ്, വേണ്ടത്ര കപ്പാസിറ്റി അതിനില്ല. അതിനുള്ള പരിഹാരം എന്താണ്? ഒന്നിലധികം സെർവറുകൾ ഓരോ വിഭാഗം കാർഡുകാർക്ക് ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ ഒരു നല്ല സെർവർ, വലിയ കപ്പാസിറ്റിയുള്ള ഒരു സെർവർ വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ചെയ്യാൻ കേരള സർക്കാരിലെ ഉന്നതന്മാർക്ക് യാതൊരു താല്പര്യമില്ല, അല്ലെങ്കിൽ അവർ അതിന് വേണ്ട ശ്രദ്ധ ചെലുത്തുന്നില്ല. ഭരണം എന്ന് പറയുന്നത് ഇതൊക്കെ നോക്കാനുള്ളതല്ലേ, അല്ലാതെ ജനങ്ങളുടെ ചെന്ന് ഓരോ വെണ്ടളങ്ങിയ വാചകങ്ങളിൽ പ്രസംഗിക്കുന്നതിനാണോ? കാര്യങ്ങൾ നടത്തിയെടുക്കണം. അതാണ് ഭരണ മികവെന്ന് പറയുന്നത്. യാതൊരു മികവും ഇല്ലാത്ത ആൾക്കാരെ ഭരണ ചുമതല ഏൽപ്പിച്ചിട്ടുള്ള ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത്. തൊടുന്ന ഒരു കാര്യവും കൃത്യമായിട്ട് പൂർത്തിയാക്കാനോ ഫലപ്രദമായിട്ട് കൃത്യമായിട്ട് പൂർത്തിയാക്കാനോ അവരെ കൊണ്ട് സാധിക്കത്തില്ല. അവർ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടാണ് ഇപ്പോൾ ഈ ഭക്ഷ്യവിതരണ വകുപ്പിൽ തന്നെ ഇപ്പോൾ ഒരു കെയർ റൈസ് എന്നും പറഞ്ഞൊരു സംവിധാനം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. കെയർ റൈസിന് ആലപ്പുഴ ജില്ലയിൽ ഇപ്പം വന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് കൊള്ളാത്തരിയാണെന്ന് അതിന് തിരിച്ചയക്കുകയാണ്. ഈ ധൃതി പിടിച്ച് ഭാരത് റൈസ് വന്നപ്പോൾ അതിന് ഒപ്പം വെക്കാനായിട്ട് ധൃതി പിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യണം. കെയർ റൈസ് ഇറക്കിയേ പറ്റത്തുള്ളൂ. ഭാരത് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ലാഭം എടുക്കാനുള്ള ബിസിനസ്സാണ്. എന്നാൽ പിന്നെ നിങ്ങൾക്കും അങ്ങ് ലാഭം എടുത്തുകൂടി. ആ തുകയ്ക്ക് മോദി എവിടുന്ന് തന്നെയാണ് 10 രൂപ ചില്ലറയ്ക്ക് ഇത് അരി വാങ്ങിക്കുന്നത്? ഇന്ത്യയിൽ എവിടെയെങ്കിലും 10 രൂപയ്ക്ക് എവിടെ നിന്നെങ്കിലും അരി കിട്ടുമോ? അപ്പം മോദി 10 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 29 രൂപയ്ക്ക് 10 രൂപയ്ക്കോ 15 രൂപയ്ക്ക് കണ്ട് വാങ്ങിച്ച് 29 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പം അതിന് ഭയങ്കര ലാഭം എടുക്കുകയാണ് മോദി ചെയ്യുന്നതെന്ന് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതേ സ്ഥലത്തു നിന്ന് നിങ്ങൾക്കും അരി വാങ്ങിക്കാമല്ലോ. ഈ പൊളിവചനങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് വിരോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കാണിക്കുകയാണ്. ഇവിടെ 29 രൂപയ്ക്ക് കെയർ റൈസ് കൊടുക്കുമ്പോൾ നഷ്ടം 9 രൂപ ചില്ലറയാണ്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 രൂപയും കണ്ടു 41 രൂപയ്ക്ക് അരി വാങ്ങിച്ചിട്ട് 29 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 40 രൂപയ്ക്ക് അരി വാങ്ങിച്ച് 29 രൂപയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ എത്ര രൂപ? 11 രൂപ നഷ്ടം സഹിച്ചാണെന്നാണ് പറയുന്നത്. നിങ്ങൾ മോദിയെ കുറ്റം പറയാതെ മോദി വാങ്ങിച്ച സ്ഥലത്തു നിന്ന് തന്നെ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. ഇനി അതുപോട്ടെ, വാങ്ങിക്കുന്ന ഈ 41 രൂപയ്ക്ക് വാങ്ങിക്കുന്ന അരി നല്ല അരി വാങ്ങിയിട്ട് ഇപ്പോൾ വന്ന അരിയൊക്കെ മോശമാണ്. ഇതിന് എവിടുത്തെ അടുത്ത് കൊടുക്കും ഈ പൈസയൊക്കെ? 11 രൂപ വെച്ച് എല്ലാവർക്കും ഒരു 5 കിലോ അരി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ പൈസ കൊടുക്കണ്ടേ? എല്ലാവർക്കും കൊടുക്കേണ്ട കാര്യം എന്താണ്? അരി ഉണ്ടെങ്കിൽ കൊടുക്കാം, കാശുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പം ഇത് നല്ലവണ്ണം കൊടുക്കാൻ ശ്രമിക്കും. തൊടുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന കാര്യങ്ങൾ നല്ലവണ്ണം ചെയ്യാൻ നോക്ക്. അപ്പോൾ ഈ പോസ്റ്റ് മെഷീൻ ഈ പോസ്റ്റ് പ്രവർത്തിക്കാതായിട്ടുണ്ട്. അത് വല്ലപ്പോഴുമൊക്കെ പ്രവർത്തിക്കത്തുള്ളൂ. അത് സർവറിൻ്റെ സൗകര്യം അനുസരിച്ചാണ്. നല്ല ഒരു സർവർ വാങ്ങിച്ച് വെച്ചിട്ട് ഈ പ്രശ്നം തീരും. ഈ 1 കോടി രൂപയുടെ 1.05 കോടി
രൂപയുടെ ബസ് വാങ്ങിച്ച് എല്ലാവരും കേരളം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയല്ലോ. 21 മന്ത്രിമാരും കൂടെ എഴുന്നള്ളുകയാണ് പ്രജകളെ കാണാൻ. ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലൊരു നല്ല സർവർ വാങ്ങിച്ച് വെക്കരുതോ? ഇങ്ങനെയുള്ള ധൂർത്തിന് പോകുമ്പോഴേ ഇവർക്ക് ഈ മന്ത്രിമാർക്ക് പറഞ്ഞുകൂടെ, സാറേ മുഖ്യമന്ത്രിയുടെ പറഞ്ഞുകൂടെ, സാറേ അതിനേക്കാൾ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമുണ്ട്, ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ഇങ്ങനൊരു സാധനം വാങ്ങിച്ചു വെക്കാനുണ്ട്, അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് നമുക്ക് ടൂർ പോകാം. ഈ ടൂർ പോയതുകൊണ്ട് ആർക്കെന്തോ പ്രയോജനം ഉണ്ടായിട്ടുണ്ട്? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ട്? ജനങ്ങൾക്കോ ഈ മന്ത്രിമാർക്കോ തന്നെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ട്? ഒരു മാസം തിന്നു കുടിച്ച് തെക്കേ അറ്റത്തും വടക്കേ അറ്റത്തും തെക്കേ അറ്റം വരെ സഞ്ചരിച്ചു എന്നുള്ളതല്ലാതെ. അപ്പം ഇത് കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിവുള്ളവർ വേണം ഭരണത്തിൻ്റെ ചുക്കാൻ ഏൽപ്പിക്കാൻ. അവർ നന്നായിട്ട് ഭരണം നടത്തിക്കൊണ്ടുപോയാൽ കേരളം നന്നാകും. ഇല്ലെങ്കിൽ ഇതുപോലെ ഈ നാഗണ്ട കഞ്ഞി പോലെ വൃത്തികെട്ട രീതിയിലായിത്തീരും. ഒന്നും കൃത്യമായിട്ട് ചെയ്യത്തില്ല, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യത്തില്ല. അതിൻ്റെ ഒരു ലക്ഷണമാണ് 6 മാസം മുമ്പ് പൂർത്തിയാക്കണമെന്ന്. 6 മാസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ ഒരു കാര്യം 5 മാസം വെറുതെ ഇരുന്നിട്ട് 6-ാം മാസം ആദ്യം ആരംഭിക്കുന്നു. ഈ 1 മാസം കൊണ്ട് എങ്ങനെ ഇത് പൂർത്തിയാക്കും? നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും നോക്കാമായിരുന്നു. ഇനി ഇപ്പോൾ ഇവിടുന്ന് പോകാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നീട്ടിത്തരണമെന്നും പറഞ്ഞ് അപേക്ഷ കൊടുക്കാൻ പോകും. എല്ലാ കാര്യങ്ങളും ഇതുപോലെയാണ്. എന്തൊരു ദയനീയ അവസ്ഥയിലാണ് കേരള ജനത എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഓരോരുത്തർ ഒരു ദിവസത്തെ അന്നന്നത്തെ പണി ചെയ്ത് അന്നം തേടുന്നവരാണ്. അവരൊരു ദിവസത്തെ പണി കളഞ്ഞിട്ടാണ് റേഷൻ കടയിൽ മസ്റ്ററിങ് വന്നിരിക്കുന്നത്. അവർക്കത് നടത്താൻ പറ്റാതെ പോകുന്നു. ഇനി വീണ്ടും ഒരു ദിവസത്തെ പണി കഴിഞ്ഞിട്ട് വരണം, പണി കളഞ്ഞിട്ട് വരണം. ഈ ഗതികേടിലേക്ക് ജനങ്ങളെ തള്ളി വിടരുത്. ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇതിനൊരു പരിഹാരം കാണണം.